ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാമായി എന്നാൽ 4000 വാച്ച് അവർ തികഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നമുക്ക് 4000 വാച്ച് അവർ കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ കുറച്ചു പേർ പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ വാച്ച് അവർ കൂടുതലും, എന്നാൽ YT സ്റ്റുഡിയോയിൽ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ വാച്ച് അവർ കുറഞ്ഞുമാണ് കാണുന്നത് എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, YT സ്റ്റുഡിയോയിൽ കാണിച്ചിരിക്കുന്നത് 28 ദിവസത്തെ വാച്ച് ടൈമാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. നമ്മൾ അതിലൊരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ട്. ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ലൈഫ് ടൈം എന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ടോട്ടൽ വാച്ച് അവർ നമുക്കതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പലർക്കുമുള്ള ഒരു കൺഫ്യൂഷനാണ് വ്യൂസ് കൂടുമ്പോഴാണോ വാച്ച് അവർ കൂടുന്നത് എന്ന്. എന്നാൽ വ്യൂസ് കൂടുന്നത് കൊണ്ട് നമുക്ക് വാച്ച് അവർ കൂടണമെന്നില്ല. എനിക്ക് ഈ മാസത്തേക്കാൾ കഴിഞ്ഞ മാസമാണ് വ്യൂസ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്, എന്നാൽ എൻ്റെ വാച്ച് അവർ കൂടുതൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഈ മാസമാണ്. അതിനാൽ തന്നെ വ്യൂസ് കൂടുതലായി എന്ന് കരുതി നമുക്ക് വാച്ച് അവർ കൂടണമെന്നില്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാച്ച് ടൈം കൂടുന്നത്? 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി ഫോക്കസ് ഓൺ ലോങ്ങർ വ്യൂ ഡ്യൂറേഷൻ, രണ്ടാമതായി ഓഡിയൻസ് റിട്ടൻഷൻ. അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ വീഡിയോസ് കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ വാച്ച് അവർ കൂടുന്നതിന് ലെങ്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനാൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ആഴ്ച ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ലല്ലോ, എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണ്ടേ എന്ന് കരുതി എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ട് ആ വീഡിയോ മാത്രമല്ല, ആ വീഡിയോ കണ്ട് നമ്മുടെ മറ്റു വീഡിയോകളിലേക്ക് കൂടി വ്യൂസ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാലാണ് നമ്മുടെ വാച്ച് അവർ നമുക്ക് കൂട്ടാൻ സാധിക്കുക. അതിനാൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും കാർഡ് അതുപോലെ എൻഡ് സ്ക്രീൻ നിർബന്ധമായും കൊടുക്കുക. വാച്ച് അവർ കൂടുന്നതിന് അടുത്ത ഒരു കാര്യം പ്ലേലിസ്റ്റ് ആണ്. എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വാച്ച് അവർ കൂട്ടുന്നത് എന്ന് നോക്കാം. പലരും പ്ലേലിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ കൊടുക്കാതിരിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ പ്ലേലിസ്റ്റ് കറക്റ്റായി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാച്ച് അവർ കൂട്ടാൻ സാധിക്കും. ഉദാഹരണമായി നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഹൗ ടു ഗെറ്റ് മോർ വ്യൂസ് ഓൺ യൂട്യൂബ്, ഹൗ ടു ഗെറ്റ് മോർ വാച്ച് ടൈം, അതുപോലെ യൂട്യൂബ് ആക്സസറീസ്, യൂട്യൂബ് എഡിറ്റിംഗ് ടൂൾസ്, ഇങ്ങനെ പലതര കാറ്റഗറികളിൽ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് കാണാം. അതിനാൽ തന്നെ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് താല്പര്യമുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിലുള്ള വീഡിയോസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് നമ്മൾ പ്ലേലിസ്റ്റ് കറക്റ്റായി സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. വാച്ച് അവർ കൂട്ടുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ലൈവ് സ്ട്രീമിംഗ്. നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്ത് ഒരുപാട് വാച്ച് അവർ എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.